മലയാള സിനിമയിലെ ഏറ്റവും വലിയ സ്വപ്ന പ്രൊജക്ടുകളിൽ ഒന്നാണ് മമ്മൂട്ടിയുടെ കുഞ്ഞാലിമരക്കാർ. മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരു ചരിത്ര കഥാപാത്രമായി എത്തുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർ ഏറ്റവും വലിയ സന്തോഷത്തിലായിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാത്തത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. എന്താണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ അവസ്ഥ? ഈ സിനിമ നടക്കുമോ അതോ ഉപേക്ഷിച്ചോ? നമുക്ക് വിശദമായി നോക്കാം. അതിനു മുന്നേ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും പ്രസ് ചെയ്യാത്തവർ ഒന്ന് പ്രസ് ചെയ്യുക. കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും ധീരനായ നാവികസേനാ നായകരിൽ ഒരാളായ കുഞ്ഞാലിമരക്കാർ എന്ന കഥാപാത്രത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ആലോചിച്ചത്. ഓഗസ്റ്റ് സിനിമാസ് ആയിരുന്നു ചിത്രം പ്രഖ്യാപിച്ചത്. മമ്മൂട്ടിയെ നായകനാക്കി വലിയ ബജറ്റിൽ ചിത്രം ഒരുക്കാനായിരുന്നു പദ്ധതി. സന്തോഷ് ശിവൻ സംവിധാനം ചെയ്യുമെന്നറിയിച്ച ഈ ചിത്രം മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ചരിത്ര സിനിമയാകുക എന്നതായിരുന്നു അണിയറ പ്രവർത്തകരുടെ ലക്ഷ്യം. മമ്മൂട്ടിയുടെ അഭിനയശേഷിയും ചരിത്ര കഥാപാത്രങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യവും ഈ പ്രൊജക്ടിന് വലിയ പ്രതീക്ഷ നൽകുകയും ചെയ്തു. ഒരു ചരിത്ര സിനിമ ഒരുക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. 16-ാം നൂറ്റാണ്ടിലെ കേരളത്തിന്റെ പശ്ചാത്തലം, കപ്പലുകൾ, യുദ്ധരംഗങ്ങൾ, വസ്ത്രാലങ്കാരം, വലിയ സെറ്റുകൾ എന്നിവയെല്ലാം കൃത്യമായി ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ബജറ്റും കൂടുതൽ സമയവും ചിത്രത്തിന് ആവശ്യവുമാണ്. ഇതിനിടയിലാണ് കുഞ്ഞാലിമരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന മോഹൻലാൽ ചിത്രം വന്നത്. അതോടുകൂടി മമ്മൂട്ടിയുടെ കുഞ്ഞാലിമരക്കാരന് എന്ത് സംഭവിക്കും എന്ന ആശയക്കുഴപ്പത്തിലായി മലയാള സിനിമാ പ്രേക്ഷകർ. ഒടുവിൽ മോഹൻലാലിന്റെ അറബിക്കടലിന്റെ സിംഹം യാഥാർത്ഥ്യമാകുകയും റിലീസ് ചെയ്യുകയും ചിത്രം ബോക്സ് ഓഫീസിൽ 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും സന്തോഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന കുഞ്ഞാലിമരക്കാർ 4 എന്ന മമ്മൂട്ടി ചിത്രത്തെ പറ്റിയുള്ള ചർച്ച വീണ്ടും സജീവമായി. എന്നാൽ ആ ചർച്ച ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്നോ സംവിധായകരിൽ നിന്നോ ചിത്രം ഉപേക്ഷിച്ചതായി യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. എന്നാൽ ചിത്രവുമായി മുന്നോട്ടു പോകുന്ന ഒരു വാർത്തയും ഇതുവരെ വന്നിട്ടുമില്ല. എന്നാലും ഇപ്പോഴും മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മമ്മൂട്ടിയുടെ കുഞ്ഞാലിമരക്കാർ എന്ന സിനിമയ്ക്ക് വേണ്ടി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നോ പൂർണ്ണമായും നിർത്തിവെച്ചുമെന്നോ ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ മമ്മൂട്ടി ഇപ്പോഴും വ്യത്യസ്തവും വെല്ലുവിളി നിറഞ്ഞതുമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന താരമാണ്. അതുകൊണ്ട് തന്നെ മികച്ച സമയവും മികച്ച ഒരുക്കങ്ങളും ലഭിച്ചാൽ കുഞ്ഞാലിമരക്കാർ വീണ്ടും സജീവമാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ. മമ്മൂട്ടി മുമ്പും ചരിത്രവേഷത്തിൽ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ച ആളാണ്. മലയാള സിനിമയിൽ ചരിത്രവേഷം ചെയ്യാൻ ആരുണ്ട് എന്ന് ചോദിച്ചാൽ ഏവരുടെയും ആദ്യ ചോയ്സ് മമ്മൂട്ടി തന്നെയാണ്. ഒരു വലിയ സ്കെയിലിൽ കുഞ്ഞാലിമരക്കാർ എത്തിയാൽ അത് മലയാള സിനിമയുടെ നിലവാരം ഉയർത്തുന്ന ഒരു പ്രൊജക്റ്റായി മാറാൻ സാധ്യതയുണ്ട്. മമ്മൂട്ടിയുടെ ശബ്ദവും അഭിനയ ശൈലിയും ഈ കഥാപാത്രത്തിന് വലിയ ശക്തിയാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. അപ്പോൾ മമ്മൂട്ടിയുടെ കുഞ്ഞാലിമരക്കാർ യാഥാർത്ഥ്യമാകുമോ എന്നാണ് ചോദ്യം. ഇപ്പോൾ ഉറപ്പുള്ള മറുപടിയില്ലെങ്കിലും ഈ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷ ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴും ജീവനോടെ തുടരുകയാണ്. കുഞ്ഞാലിമരക്കാരായി മമ്മൂട്ടിയെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.